നമസ്കാരം. ഡോക്ടർ ഇന്ദുലേഖ ആയുർവേദിക് വെൽനസ് ആൻഡ് റിജുവിനേഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയുർവേദിക് വെൽനസിനെ കുറിച്ചാണ്. പലരും വെൽനസ് ആൻഡ് റിജുവിനേഷൻ എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട്. അതേപോലെ എസ്പെഷ്യലി ഫോറിനേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരു റിജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആയുർവേദിക് വെൽനസ് ആൻഡ് റിജുവിനേഷൻ എന്നത് ഒരു സാധാരണക്കാരിലേക്ക് എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? അപ്പോൾ ഡോക്ടർ, എന്താണ് ആയുർവേദിക് വെൽനസ്? അപ്പോൾ ഡോക്ടർ, നമുക്ക് മോഡേൺ മെഡിസിനിലുള്ള പോലെ തന്നെ ആയുർവേദത്തിനും 8 ബ്രാഞ്ചുകളുണ്ട്. അതിൽ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിലൊരു 7th ബ്രാഞ്ചായിട്ട് വരുന്നതാണ് രസായന ചികിത്സ എന്ന് പറയുന്നത്, അതായത് വെൽനസ് ആൻഡ് റിജുവിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് ആചാര്യന്മാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാര പ്രശമനം എന്ന് പറയുന്ന പോലെ അല്ലേ. അപ്പം ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് ആരോഗ്യം അങ്ങോട്ട് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ആയുർവേദത്തിൽ അത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ എന്താണ് പ്രാധാന്യം, നമുക്ക് അവിടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ഈ രസായന ചികിത്സയിലൂടെ പറയുന്നത്. അതെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ ആയുർവേദിക് വെൽനസ് ആൻഡ് റിജുവിനേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു രോഗം വരാതെ അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാവരും എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ അതില് നമുക്ക് നമ്മുടേതായ ചികിത്സാ രീതികൾക്കുണ്ട്. അതായത് നമുക്ക് ട്രീറ്റ്മെന്റ്സ് വരുന്നത് അഭ്യംഗം, അതേപോലെ കിഴികൾ, പലതരം കിഴികൾ. അഭ്യംഗം എന്ന് പറയുന്നത് ഫുൾ ബോഡി മസാജ്, നമ്മുടെ ബോഡിക്ക് റിലാക്സേഷൻ, മസിൽസിനെ ടോൺ ചെയ്യുക, അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പലതരം കിഴികൾ വരുന്നുണ്ട്. ഒന്ന് CPS, അതായത് ചൂർണ്ണപിണ്ടസ്വേദം, ഇലക്കിഴികള്, പല ടൈപ്പ് ഓഫ് കിഴീസും ഒക്കെ അവൈലബിൾ ആണ്. അത് ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണോ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്താണോ ആ പേഷ്യന്റ് അനിവാര്യം അതിനനുസരിച്ചിട്ടുള്ള ചികിത്സാ രീതികളാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ ഡോക്ടറെ, ഇപ്പൊ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് കൂടിയുണ്ട്. ഇപ്പൊ ശിരോധാര. ഇപ്പൊ നമുക്ക് ഏറ്റവും റിലാക്സേഷൻ ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, ആയുർവേദത്തിലെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ശിരോധാര. ഇപ്പം ഡോക്ടർ പറഞ്ഞ നമ്മുടെ മസാജുകളും ഇലക്കിഴികളൊക്കെ നമ്മുടെ ഒരു ബോഡി റിലാക്സേഷൻ മാത്രമായിട്ടാണ്. ഇപ്പം ശിരോധാര എന്ന് പറയുന്നത് ഒരു മൈൻഡ് റിലാക്സേഷൻ ആണ്. ഇപ്പൊ ബോഡിയും മൈൻഡ് റിലാക്സേഷൻ ആകുമ്പോഴാണ് ഒരു വെൽനെസ്സിന്റെ ഒരു പൂർണ്ണത കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ശിരോധാരയിൽ തന്നെ തൈലം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്, തക്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്കിപ്പം എല്ലാ കാലങ്ങളിലും നമുക്കിപ്പം തൈലം ഉപയോഗിച്ചിട്ടുള്ള ശിരോധാര ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തക്രധാര നമ്മൾ കൂടുതലും സമ്മർ സീസണിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ആ ഒരു ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാനും പിന്നെ ഉറക്കക്കുറവുള്ളവർക്കോ ഒരു ഉറക്കക്കുറവ് മാറ്റാനും എല്ലാത്തിനും ഉത്തമമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഡോക്ടർ ഇപ്പൊ ശിരോധാരയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം ഓർമ്മ വന്നതാണ്, അത് ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യണം. അതായത് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർക്കും എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന നമ്മുടെ ഒരു എങ്ങനെയാണ് നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. അതേപോലെ IT പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഭയങ്കര ഇന്നത്തെ തലമുറ, അതേപോലെ എല്ലാവർക്കും നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഒന്ന് കാമാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ള രീതിക്ക് നമുക്ക് ഈ റെജുവിനേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതാ ഡോക്ടറെ, എല്ലാവരും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ശരീരത്തിന് വേണ്ടി കുറച്ചൊരു നേരം നമ്മൾ മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. നമ്മൾ വളരെ കുറച്ച് സമയവും പോലും നമ്മളെ ശരീരത്തിനും നമ്മളെ മൈൻഡ് റിലാക്സേഷനും ബോഡിക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. അപ്പം അത് നമുക്ക് ഒരു വെൽനസ് റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് കിട്ടും. അതെന്തായാലും എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. നമ്മൾ അതിനായിട്ട് കുറച്ച് ടൈമെങ്കിലും നമ്മുടെ ലൈഫിനും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഹെൽത്തിനെ എപ്പോഴും എന്താ പറയുക ഒരു മിനിമം ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതെപ്പോഴും നമുക്ക് തന്നെയാണ് ബെനിഫിറ്റുകൾ കിട്ടുക. നമ്മുടെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഇനിയും കൂടി വരാം. ഇപ്പം പ്രായാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അതിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി അല്ലെങ്കിൽ വെൽനസ് ട്രീറ്റ്മെൻറ്റ് രീതിയിലൂടെ നമുക്ക് അതിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഒരു പുതിയൊരു മാറ്റത്തിനായി തുടങ്ങാം. ആരോഗ്യപരമായ ഒരു കാൽവെപ്പ് ആയുർവേദത്തിലൂടെ.